നമ്മൾ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ്. അവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഷാഫി പറമ്പിൽ എത്തിയിട്ടുണ്ട്. പുഷ്പാർച്ചന നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. വടകരയിലെ വലിയ വിജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം PC വിഷ്ണുനാഥ് ഉണ്ട്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. ടോബി ജോൺസണുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി പുതുപ്പള്ളിയിൽ നിന്ന്. ടോബി, വിവരങ്ങൾ. ഉന്മേഷ വേണു, നമുക്കറിയാവുന്നതുപോലെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ ആദ്യം എത്തിയത് പുതുപ്പള്ളിയിലേക്കായിരുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു വടകരയിലേക്ക് അദ്ദേഹം പോയത്. അതിനുശേഷം ഇപ്പോൾ വലിയൊരു വിജയം നേടി. ആ വിജയത്തിൽ അതിൻ്റെ ഒരു നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മനുണ്ട്, അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ PC വിഷ്ണുനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് DCC നേതാക്കൾ എല്ലാവരുമുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടം ആളുകൾ ഇവിടെ എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഈ ഷാഫിക്കൊപ്പം എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഡീൻ കുര്യാക്കോസ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹവും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് സമാനമായ രീതിയിൽ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. എന്തായാലും നേരത്തെ തന്നെ നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുമായുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന പിന്തുണകളെ കുറിച്ചൊക്കെ അന്ന് ഷാഫി പറഞ്ഞിരുന്നു. എന്തായാലും ഒരു നന്ദി പറച്ചിൽ എന്നുള്ള രീതിയിൽ തന്നെ വേണം ഇതിനെ കാണാൻ. വലിയൊരു കൂട്ടം പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രതികരണം കൂടി ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും നിരവധി നേതാക്കൾ മത്സര രംഗത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗം ആളുകളും ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ ഫ്രാൻസിസ് ജോർജ് ഇവിടെ എത്തി പുഷ്പങ്ങൾ സമർപ്പിച്ച സമാനമായ രീതിയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ, ഈ നേതാക്കൾ, ഈ വിജയിച്ച സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇവിടെ എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിയിരുന്നു. എന്തായാലും 11:30 തന്നെ ഷാഫി പറമ്പിലെത്തി ഇപ്പോൾ പള്ളിയിൽ ആദ്യം കയറി, പുതുപ്പള്ളി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷമാണ് കല്ലറയിലേക്ക് പോയതും പുഷ്പങ്ങൾ സമർപ്പിച്ചതും. ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള വലിയൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതലുള്ള ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്. ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി പ്രാർത്ഥിച്ച ശേഷം മടങ്ങുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.